രാത്രികാലം കുടുംബം അവൻ ശക്തമായി പ്രാർത്ഥിച്ചാൽ പോലെ
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. യേശുവിനോട് കൂടെ പത്രോസും യാക്കോബും യോഹന്നാനും കൂടെ അവൻ മലയുടെ മുകളിൽ പ്രാർത്ഥിക്കുവാനായി കടന്നുപോയി. അവൻ പ്രാർത്ഥനയുടെ തീരണിയപ്പോൾ അവൻ പത്രോസ് ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയതുപോലെ യേശു തന്റെ തേജസ്സിന്റെ രൂപത്തിൽ അവൻ സ്വർഗം തുറന്ന് അവൻ ഏലിയാവും മോശയുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കൂടെ പ്രാർത്ഥിക്കുവാനായി കടന്നുപോയ പത്രോസോ ക്ഷീണത്താൽ മയങ്ങിപ്പോയതുപോലെ ചില സന്ദർഭങ്ങളിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയാതെ നിന്റെ അകത്തുളങ്ങളിൽ ക്ഷീണമിട്ട് കണ്ണിൽ മയക്കം വരുത്തി ആമേൻ ഹല്ലേലൂയ ഞാൻ എവിടെയാണ് ഇരിക്കുന്നത്, എന്താണ് നടക്കുന്നതെന്ന് പോലും തിരിച്ചറിയുവാൻ കഴിയാതെ ബുദ്ധിമണ്ഡലങ്ങളെ കെട്ടുന്ന ചില യേശുവിന്റെ നാമത്തിന് ആധിപത്യ ശക്തികൾ ആധിപത്യ ശക്തികൾ യേശുവിന്റെ നാമത്തിൽ സ്വർഗ്ഗത്തിലും ഭൂമിക്കും നാഥനായ നസ്രയനായ യേശുവിന്റെ നാമത്തിൽ വ്യാപിക്കാൻ വിട്ടുമാറട്ടെ. ഇറങ്ങി തിരിച്ച നാളുകളോർത്താൽ ഈ ശ്രേഷ്ഠനായ ഒരു ഉപദേഷ്ടാവായ സമയം കഴിഞ്ഞു. ഈ ഗ്രാമേഖലയിലേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ആമേൻ ഹല്ലേലൂയ തടസ്സങ്ങൾ നിന്നുകൊണ്ട് ആമേൻ ഹല്ലേലൂയ ഏകാഗ്രതയെ നഷ്ടപ്പെടുത്തി മയക്കങ്ങളെ കൊണ്ടുവന്ന് ക്ഷീണങ്ങളെ കൊണ്ടുവന്ന് ആമേൻ ആത്മീയ മേഖലകളെ തകർത്ത് കളയുന്ന ദുഷ്ടന്റെ അന്ധകാരത്തിന്റെ ആമേൻ ഹല്ലേലൂയ അവന്റെ ആമേൻ ആധിപത്യങ്ങൾ അവന്റെ തീഷ്ണതകളെ ആമേൻ അവന്റെ വെല്ലുവിളികളെ ഇന്ന് രാത്രികാലം ഞങ്ങൾ ഒരുമിച്ച് യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ആമേൻ ഈ ഐക്യതയുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഒരുമിച്ച് ഐക്യതയോടെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയോ ഭർഷിക്കുകയോ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി തരട്ടെ. തീരണട്ടെ. യേശുവിന്റെ നാമത്തിൽ തീരണട്ടെ. രാത്രികാലം യേശുവിന്റെ നാമത്തിൽ ഒരു ആമേൻ ഹല്ലേലൂയ 10 മിനിറ്റ് ആമേൻ ഹല്ലേലൂയ വിശേഷിയാണ് ആമേൻ രംഗങ്ങളിലായിരിക്കാം. ആമേൻ ഹല്ലേലൂയ ആർക്കാണ് താല്പര്യം ആമേൻ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയെ കുറിച്ച് ഈ പ്രാർത്ഥനയിൽ കടന്നു വന്ന ഹല്ലേലൂയ സന്തോഷത്തെ കുറിച്ച് ആമേൻ പറയുവാൻ ആമേൻ ആർക്കാണ് ആഗ്രഹം ആമേൻ താല്പര്യമെന്ന് വെച്ചാൽ ആമേൻ ഹല്ലേലൂയ പറഞ്ഞ അനുഗ്രഹം. Jesus. Thank you, Lord. Thank you, Lord Jesus. Jesus, Jesus. കടന്നുവിലേക്ക് ഞങ്ങൾ പൂർണ്ണമായി ഈ ഭവനത്തിലേക്ക് കടന്നു വന്ന് പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ദൈവമേ അവിടുന്ന് നീ ഞങ്ങളെ ഒരുക്കിയതിനെ ഓർത്ത് 6 മാസക്കാലമായി ബോംബെയിൽ നിന്നും വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഒരു ഹാർട്ട് പേഷ്യൻ്റ് 9 ബ്ലോക്ക് എൻ്റെ കർത്താവ് രക്ഷിച്ചു. എൻ്റെ കർത്താവിൻ്റെ അനുഗ്രഹം ദൈവമേ ഒരു ഹൈന്ദവ കുടുംബത്തിൽ ഒരു നായർ ഫാമിലിയിൽ ജീവിച്ചവളാണ് ഞാൻ. ഇന്ന് എൻ്റെ ഈശോ എന്നെ തിരഞ്ഞെടുത്തിട്ട് ഇന്ന് അത്ഭുതകരമാവണ്ണം എൻ്റെ ഹസ്ബൻഡിനെ കൂട്ടി എനിക്കൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ് വേണം. അങ്ങനെ ഞാൻ മനസ്സറിഞ്ഞ് കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോഴാണ് തങ്കമ്മയാങ്കി എന്നോട് പറഞ്ഞു ഇതിൻ്റെ അടുത്തൊരു പ്രാർത്ഥനാ ഗ്രൂപ്പ്
അവിടെ പോയി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ശരി തന്നെ. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ ഞാൻ 6 മാസക്കാലം എൻ്റെ ചേച്ചിയുടെ മകളുടെ ഭാഗത്തിന് വന്നവളാണ് ഞങ്ങൾ. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എൻ്റെ അപ്പച്ചിയുടെ മകനാണ്. അപ്പച്ചിയുടെ മകനാണ്. ഞങ്ങളെ മക്കളാണ്. പക്ഷേ ഞങ്ങൾക്ക് ഇത്രമാത്രം ഒരു അനുഗ്രഹം തന്ന് ഞങ്ങളെ ക്രിസ്ത്യനിലേക്ക് തിരഞ്ഞെടുത്ത എൻ്റെ പൊന്നോമന തമ്പുരാനെ നിന്നോട് ഞാൻ യാചിക്കുന്നു. എൻ്റെ നാട്ടാർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണോട് എന്നെ തിരഞ്ഞെടുത്തു. ആരും എൻ്റെ കുടുംബത്തിൽ നിന്ന് ക്രിസ്ത്യനായിട്ടില്ല. പക്ഷേ ബോംബെ പട്ടണത്തിൽ ഞാനൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നു. അവിടുന്ന് ഈശോ എല്ലാ അനുഗ്രഹങ്ങളും എനിക്ക് തന്നു. എനിക്കൊരു വീടിന് വേണ്ടി ഞാൻ ആഗ്രഹിച്ചു. പട്ടികയിൽ താമസിച്ച് എനിക്കൊരു ഫ്ലാറ്റ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ ഇന്ന് നാട്ടിൽ ഇവിടെയും നല്ലവണ്ണം ഈശോ എന്നെ ഒരുപാട് സഹായിക്കുന്നു. തമ്പുരാന്റെ ഏറ്റവും വലിയ അനുഗ്രഹം. അതുപോലെ തന്നെ ഈ ഭവനത്തിലേക്ക് കടന്നു വരുവാനും അവർക്ക് വേണ്ടി ഈ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും അവിടുന്ന് ഞങ്ങളെ തിരഞ്ഞെടുത്തു. ഇന്ന് ഞങ്ങൾ 1-ാം തീയതി ഡിസംബർ 1 ഞാൻ പറഞ്ഞു എനിക്ക് ബോംബെയിലേക്ക് തിരിച്ചു പോകണം. പക്ഷേ ഡിസംബർ 1 എനിക്ക് ടിക്കറ്റ് കിട്ടി. എത്ര വലിയ അനുഗ്രഹം! എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് ഞാൻ കോടി 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 നന്ദി അർപ്പിക്കുന്നു. എനിക്കൊന്നും വേണ്ട, എൻ്റെ ഈശോ മാത്രം മതി. അത് മാത്രം മതി. ഞാൻ അതിലേക്ക് പൂർണ്ണമായി വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളോ ജ്യേഷ്ഠ സഹോദരങ്ങളോ എല്ലാവരും എന്നെ വെറുത്തു. പക്ഷേ ഇന്നവരെ എന്റെ പ്രാർത്ഥനയ്ക്ക് അവർ ഉത്തരം നൽകുന്നു. ഇന്ന് അവർക്ക് മനസ്സിലായി ഞാൻ സത്യദൈവത്തെയാണ് ഞാൻ വിളിച്ചതെന്ന്. എന്റെ മൂത്ത ചേച്ചി മരണക്കടക്കയിലായി. എനിക്ക് എന്റെ ചേച്ചിയുടെ മകളെ ഫോൺ ചെയ്തോളേ വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല, ചേച്ചി മരിക്കുകയില്ല. എന്റെ ഈശോ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥിച്ചു. തമ്പുരാന്റെ അനുഗ്രഹത്തിൽ ഇന്ന് എന്റെ ചേച്ചി ജീവനോടെ ഇരിക്കുന്നു. ഞങ്ങളുടെ മടക്കയാത്രയിൽ ഭയങ്കര വിഷമമാണ്. പക്ഷേ ഞാൻ എൻ്റെ ഈശോയെയാണ് കൊണ്ടുപോകുന്നത്. ഞാൻ വിളിക്കുന്ന എൻ്റെ പൊന്നോമന തമ്പുരാൻ ഇന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ദൈവവിശ്വാസത്തിലേക്ക് കടന്നു വന്നു. എനിക്കത് മാത്രം മതി. എനിക്ക് വേറൊന്നും വേണ്ട. എനിക്കൊന്നും വേണ്ട. എൻ്റെ ഈശോ എന്നിലേക്ക് കടന്നു വന്ന് അനേകായിരം മക്കൾക്ക് അത്ഭുതങ്ങൾ അതിശയങ്ങൾ എല്ലാം നടത്തി തന്നു. തമ്പുരാൻ ജീവിക്കുന്നവനാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുവാനും യേശുവിന് വേണ്ടി മരിക്കുവാനും ഞങ്ങൾ സന്നദ്ധരായിരിക്കുന്നു. ഞങ്ങൾക്ക് കുട്ടികളില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഈശോ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു. ആ സ്നേഹം എനിക്ക് നൽകുവാൻ തക്കണം. മറ്റുള്ളവർക്ക് കൂടി അത് കൊടുക്കുവാൻ ഞാൻ എൻ്റെ യേശു തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ കോടി 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 കോടി. അതുപോലെ എൻ്റെ ജോസ്ഫീന അവർക്ക് വേണ്ടിയും കർത്താവേ ബ്രദറെ എന്നെ ഒരുപാട് ഞങ്ങളെ സ്നേഹിച്ചു. ഞങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ വന്നു തിരിച്ച് ഞങ്ങളെ വാതിക്കൽ നിന്നും കൊണ്ടുവിട്ടു. കൊണ്ട് ചെന്നാക്കി. എല്ലാവരും ചോദിച്ചു നിനക്ക് എങ്ങനെ അറിയാം അവിടെ പ്രയറുണ്ട്? ഞാൻ പറയും എൻ്റെ തങ്കമ്മ ആൻറ്റി എൻ്റെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. ഇന്നലെ എൻ്റെ ഇളയ സഹോദരി വന്നപ്പോൾ ചോദിച്ചു എപ്പോഴാ പ്രയർ വെക്കുന്നേ? അവരൊക്കെ എന്നെ വളരെ പുച്ഛമായ രീതിയിൽ അവരൊക്കെ എന്നെ ചെയ്തു. ഞാൻ പറഞ്ഞു എൻ്റെ തമ്പുരാൻ അനുവദിക്കുന്നെങ്കിൽ ഞാൻ ചെയ്യും. എനിക്കല്ലാതെ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങളെ വളരെ വളരെ ഒരു ഹൈന്ദവ കുടുംബത്തിൽപ്പെട്ട ഞങ്ങളെ കർത്താവ് തിരഞ്ഞെടുത്തു എങ്കിൽ അത് ഞങ്ങൾക്കല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ്, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ പ്രാർത്ഥന ഞങ്ങളെ വളരെ നല്ല രീതിയിൽ
എപ്പോഴും സന്തോഷവാനായിരിക്കുന്നു. 6 മാസം കഴിഞ്ഞു. ഞങ്ങളുടെ മടക്കയാത്ര 1-ാം തീയതിയിലാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നു, എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെല്ലാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്കൊരു വലിയ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ യോഗ്യരാക്കണം. എൻ്റെ കൂട്ടുകാരെല്ലാം ചോദിച്ചു, നീ വീട് എന്ത് ചെയ്തു? ഞാൻ വീട് വാടകയ്ക്ക് കൊടുക്കത്തില്ല. എനിക്ക് പ്രയർ ഗ്രൂപ്പ് വയ്ക്കണം. അനേകായിരം മക്കൾ രക്ഷപ്പെടണം, രക്ഷിക്കപ്പെട്ടവരായി. അതാണ് എനിക്ക് ആവശ്യം. എൻ്റെ ചേച്ചി മോളാണ് അതിനെല്ലാം ചെയ്യുന്നത്. അവള് വളരെ സന്തോഷവതിയായിരിക്കുന്നു, വളരെ സന്തോഷവതി. കുഞ്ഞിനെ അത് മതി, വാടകയ്ക്ക് കൊടുക്കല്ലേ, നശിപ്പിക്കും അവരെ. അങ്ങനെ പറഞ്ഞിപ്പോൾ ഞാൻ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം ചെയ്തിരിക്കുകയാണ്. നാളെ ഒരു ദിവസം കൂടെ ഉള്ളൂ ഞങ്ങൾക്ക്. മറ്റന്നാൾ ഞങ്ങൾ യാത്രയാകുകയാണ്. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്കെല്ലാം വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. എനിക്കറിയാം ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും പ്രയറിൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ സമയത്തും പ്രാർത്ഥിക്കും. അതുകൊണ്ട് ഈശോയോട് ഞങ്ങൾ താഴ്മയായി അപേക്ഷിക്കുന്നു. ഈശോയെ വിടരുത്, മുറുക്ക പിടിച്ചോണം. മുറുക്ക പിടിച്ച നമ്മുടെ കാര്യങ്ങൾ കഴിക്കലാക്കണം. അതാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജോസ് ബ്രദറിനും ബിസിനും മകന്, അതുപോലെ എൻ്റെ മകൾക്ക്, മരുമകന്, എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഫോൺ ചെയ്യും. നിങ്ങളുടെ എല്ലാ അന്വേഷണങ്ങളും എല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുണ്ട്. രാത്രി കാലം നമുക്ക് അനുഗ്രഹമായിരിക്കുന്ന ആന്റിയുടെ അമീനങ്ങളുടെ ഹൃദയത്തിലെ ആ സന്തോഷത്തെ കുറിച്ച് നമുക്ക് കേൾക്കുവാനിടയായിരുന്നല്ലോ. ക്രിസ്തുവിലുള്ള ആ സ്നേഹം. ഹല്ലേലൂയ. മുൻ പരിചയങ്ങളോ മുൻ ബന്ധങ്ങളോ ഒന്നുമില്ല. ഹല്ലേലൂയ. ക്രിസ്തുവിലുള്ള സ്നേഹം മാത്രം. യേശുവിന്റെ നാമത്തിൽ യേശുവിലുള്ള സ്നേഹം. അത് ആഴമായ സ്നേഹം. അതൊരു മനുഷ്യനെ വേർപിടിക്കാൻ കഴിയത്തില്ല. അതാണ് പൗലോസ് പറഞ്ഞത്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നിന്നെ ആരും വേർപിടിപ്പിക്കും. ഒരു മനുഷ്യനെ കൊണ്ട് ഭൂമിയിൽ പറ്റത്തില്ല. ഹല്ലേലൂയ. അവന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ മാറ്റുവാണ്. ഹല്ലേലൂയ. രാത്രി കാലം നമുക്ക് ആ കുടുംബത്തെ കുറിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ആയിരിക്കുന്ന മേഖലയിലൊക്കെ ദൈവം അവരെ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. സന്തോഷവും സമാധാനവും ജീവിതത്തിൽ ഉല്ലാസം കൊടുക്കട്ടെ. ഒന്നും ഇല്ലായ്മയുടെ ഒന്നും അവർ അറിയാതെ സ്വർഗം ഹല്ലേലൂയ അവരെ ദിനം സന്തോഷത്തോടെ വഴി നടത്തേണ്ടതിന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം പറഞ്ഞല്ലോ ഹല്ലേലൂയ. ആ ദേശത്ത് ആ ദേശത്തിന് വേണ്ടി ആ ദേശത്ത് മദ്യപാനത്തിലും മയക്കുമരുന്നിലും ലോകപരമായും ഒക്കെ ഹല്ലേലൂയ ജീവിക്കുന്ന അനേകം പ്രിയപ്പെട്ടവരുണ്ട്. ആ മാതാപിതാക്കന്മാരുടെ ഹൃദയത്തിൻ്റെ കത്തളങ്ങളിൽ ഒരു ആഗ്രഹമാണ് ആ ദേശത്ത് ഹല്ലേലൂയ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ ദൈവം ഒരു വിടുതൽ കൊടുക്കേണ്ടതിന്. അതൊരു മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല. ഒരു മനുഷ്യൻ ഹല്ലേലൂയ എന്തെല്ലാം കൊടുത്താലും എന്തെല്ലാം പറഞ്ഞാലും ആരും ഒരു മനുഷ്യൻ നേരെയാകത്തില്ല. പക്ഷേ തമ്പുരാൻ യേശു അവനോട് സംസാരിച്ച, യേശു അവരുടെ ഹൃദയത്തോട് ഇടപെട്ടാൽ ആള് മാറിയവനെ പോലെ പുറത്തു വരുവാനിടയായി തീരും. ആന്റിയുടെ ഹല്ലേലൂയ ചേട്ടത്തിയുടെ മരുമകൻ ഹല്ലേലൂയ ഒരു ഭ്രാന്തനെ പോലെ ഹല്ലേലൂയ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. നമുക്ക് ആ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയൊന്നും വൃഥാ പോകത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്റെ അപ്പം വെള്ളത്തിന്മേൽ എറിയ, അത് ഏറിയ നാൾ കഴിഞ്ഞാലും അതിൻ്റെതായ കാര്യങ്ങളെ സാധ്യമാക്കിയിട്ട് അത് മടങ്ങി തിരികെ വരുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നത് പോലെ ഇന്ന് രാത്രി കാലം ആ കുടുംബത്തെ വഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഈ ആന്റിയും അങ്കിളും കണ്ട രക്ഷ അവരും കാണുവാൻ, അവരും അനുഭവിപ്പാൻ കർത്താവിടയാകട്ടെ. നമുക്ക് ഒരുമിച്ച് കുടുംബത്തിന് വഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമല്ലോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. തുടർന്ന് അല്പസമയം ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ ചില വാക്യങ്ങൾ വായിച്ച് ചിന്തിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ മീറ്റിംഗ് അവസാനിപ്പിക്കുക. കർത്താവിടയാകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഈ യോശുവയുടെ പുസ്തകം അതിന്റെ 6-ാം അധ്യായം 5-ാം വാക്യം.
വായിച്ച യോശുവയുടെ അതിൻ്റെ 6-ാം അധ്യായം 1 മുതൽ. ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചുറപ്പാക്കിയിരുന്നു, പുറത്തിറങ്ങിയില്ല, അകത്ത് കയറിയതുമില്ല. യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഇവിടെ അനുഗ്രഹമായിരിക്കുന്ന ഒരു വചനം നമ്മൾ വായിക്കുവാനിടയായി തീർന്നു. യഹോവയായ ദൈവം ആമേൻ ഹല്ലേലൂയ താൻ ആമേൻ ഹല്ലേലൂയ ശുശ്രൂഷയിൽ ഏൽപ്പിച്ചിരിക്കുന്ന യോശുവയോട് ആമേൻ വ്യക്തമായി ആമേൻ ഹല്ലേലൂയ സംസാരിക്കുകയാണ്. അവൻ ഉറപ്പും ധൈര്യം കൊടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ ആ വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവിടെ വായിക്കുന്നു, എന്നാൽ യെരിഹോവിനെ ഇസ്രായേൽ മക്കളുടെ നിമിത്തം അടച്ചു ഉറപ്പ് ആക്കിയിരിക്കുന്നു. ഇസ്രായേൽ ജനം ആമേൻ ആമേൻ വരുന്നത് അവരറിഞ്ഞിട്ട് അവർ ഒരു ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അനുഗ്രഹത്തിന്റെ മേഖലയിലേക്ക് കടന്നു വരുന്നു. അവർ അനുഗ്രഹം പ്രാപിക്കുമെന്ന് ശത്രു മുന്നമേ കണ്ടിട്ട് ആമേൻ ഹല്ലേലൂയ അവിടെ കാണുന്നത് ഇങ്ങനെയാണ്, യെരിഹോ പട്ടണം അവരടച്ചു. അവരടച്ചിട്ട് ആരും പുറത്തില്ല, ആരും അകത്ത് കയറുവാനും പുറത്തിറങ്ങുവാനും കഴിയാതെ വേണം അവർ സുരക്ഷിതമായി അവരടച്ചു. കാരണം ഇസ്രായേൽ മക്കൾ ആമീൻ ഈ അനുഗ്രഹത്തിന്റെ മേഖലയിലേക്ക് കടന്നു പോകാതിരിക്കാൻ ആമീൻ അവിടെ ബന്ധിച്ചു കളഞ്ഞു. അപ്പോൾ ഈ ആമീൻ അവസ്ഥയെ ആമീൻ ഹല്ലേലൂയ യോശുവ കണ്ടിട്ട് ആമീൻ കർത്താവിന്റെ പാദപീഠത്തിൽ ആമീൻ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആമീൻ ഹല്ലേലൂയ സ്വർഗീയ ദൈവം ആമീൻ യോശുവയോട് സംസാരിക്കുകയെന്ന ദൂതാണ് നമ്മൾ കേട്ടത്. ആമീൻ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, കർത്താവ് അവരോട് പറയുന്നത്, യഹോവ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഒരു പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ യോശുവേ നീ ഭയപ്പെടേണ്ട, ആമേൻ നീ ആമേൻ ഹല്ലേലൂയ പേടിക്കണ്ട, ആമേൻ നീ ആമേൻ ഞാൻ പറഞ്ഞ അനുഗ്രഹത്തിലേക്ക് നീ കടക്കും. ആമേൻ ഈ കോട്ടയൊന്നും കണ്ടിട്ട്, ഈ മതിലൊന്നും കണ്ടിട്ട്, ഈ രാജാവിന്റെ ആമേൻ ആഘോഷമൊന്നും കേട്ടിട്ട് ആമേൻ ഹല്ലേലൂയ നീ ഭയപ്പെടേണ്ട. കാരണം ആമേൻ ഞാനാണ് നിന്നോട് കൂടെയുള്ളത്, ഞാനാണ് നിന്നോട് പറഞ്ഞിരിക്കുന്നത്, ആമേൻ ഞാനാണ് ഈ ജനത്തെ ആമേൻ നയിക്കുന്നത്, ആമേൻ ഹല്ലേലൂയ ഈ ജനത്തിന്റെ മുൻപേ നടക്കുന്നത് ഞാനാണ്, ആമേൻ ഹല്ലേലൂയ നീ നിർദ്ദേശം കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ, ആമേൻ മുൻപിൽ ഞാനാണ് നിൽക്കുന്നത്. അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, നീ ഭാരപ്പെടണ്ട, നീ ഭ്രമിച്ചു പോകണ്ട, നീ പുറകോട്ട് നിന്റെ അല്ലെങ്കിൽ കാൽ വെക്കണ്ട. കാരണം ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ഇതിനെ ആമേൻ ഹല്ലേലൂയ തകർക്കുവാൻ, ഇതിനെ ഇല്ലാതാക്കുവാൻ ആമേൻ എനിക്ക് കഴിവുണ്ട്, എനിക്ക് ശക്തിയുണ്ട് എന്ന് ഉറപ്പും ധൈര്യവും കൊടുത്ത് ആമേൻ കർത്താവ് യോശുവയ്ക്ക് ആമേൻ ഹല്ലേലൂയ ധൈര്യം പകരുകയാണ് യേശുവിന്റെ നാമത്തിൽ. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ ഹല്ലേലൂയ യോശുവയോട് കൽപ്പിച്ചത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും ആമേൻ ആ ദേശത്ത് പാർക്കുന്ന ആമേൻ ഹല്ലേലൂയ ആ ദേശത്തെ ആമേൻ അടക്കി വാഴുന്ന ആമേൻ അധികാരമുള്ള ആമേൻ രാജാവിനെയും നിന്റെ കയ്യിലേക്ക് ഏൽപ്പിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ നീ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ആമേൻ ഹല്ലേലൂയ നീ ഉപവസിക്കുന്നവരാണെങ്കിൽ, ആമേൻ നീ ദൈവമാതപീഠത്തിൽ മുട്ടുമടക്കുന്നവരാണെങ്കിൽ, നീ നിഷ്കളങ്കതയോട് ദൈവമാതപീഠത്തിൽ നേരോട് നിഷ്കളങ്കതയോട് ജീവിക്കുന്നവരാണെങ്കിൽ, ആമേൻ ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ആത്മാ പറയുകയാണ്, ദേശത്തിന്റെ ചില അധിപതികളെ, ദേശത്തെ അടക്കി വാഴുന്ന, ദേശത്തെ വെല്ലുവിളിച്ചു നിൽക്കുന്ന ആമേൻ പ്രാർത്ഥിക്കുന്നവനെതിരെ ആമേൻ ഹല്ലേലൂയ ആക്രോശമായി അവൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചില ദേശത്തിന്റെ അധിപതികളെ അവൻ തമ്പുരാൻ പറയുന്നു, അവൻ നിന്റെ കരങ്ങളിലേക്ക് യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അവൻ നീ കൽപ്പിക്കുമ്പോൾ അവൻ ഹല്ലേലൂയ നീ പറയുന്നത് പോലെ അവൻ ഹല്ലേലൂയ നിന്റെ ചലനമനുസരിച്ച് ചലിക്കത്തക്കവണ്ണം ഒരു പാവയെ പോലെ അവൻ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരുമെന്ന്
ജീസസ് ഹല്ലേലൂയ ആമേൻ കൃപയുള്ളവൻ ഹല്ലേലൂയ അഭിഷേകമുള്ളവൻ ആമേൻ ദൈവ സാന്നിധ്യമുള്ളവൻ ആമേൻ പട്ടണത്തിൽ ഇറങ്ങിയ രാജാക്കന്മാർ വരെ ആമേൻ അധിപതികൾ വരെ ആമേൻ പ്രഭുക്കന്മാർ വരെ ആമേൻ നിന്റെ പാദപീഠത്തിൽ നിന്നെ അടിക്കണമെന്ന് മുട്ടുമടക്കുന്ന ഓ ജീസസ് ഹല്ലേലൂയ ഒരു അസാധാരണ ദൈവത്തെയാണ് നീ ആരാധിക്കുന്നത്, നീ സേവിക്കുന്നത്. ആ ദൈവം രാജാവ് രാജാവാണ്, ആ ദൈവം ആരാധിക്കുന്നവനാണ്, ആ ദൈവം സകല ആമേൻ ഹല്ലേലൂയ അതുപോലെ ഭൂലോകമാണ് ഉയർന്നാൽ മരണത്തെക്കുറിച്ചുള്ള നാമമുള്ളവനാണ്. Praise the Lord. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ദൈവം പറയുന്നു ആമേൻ ഹല്ലേലൂയ യെരിഹോവിനെ അടക്കി വാഴുന്ന ആമേൻ യെരിഹോവിനെ ചലിപ്പിക്കുന്ന ആമേൻ ഹല്ലേലൂയ അധിപതിയായിരിക്കുന്നവരെ രാജാവായിരിക്കുന്നവരെ സിംഹാസനത്തിനകത്തവരെ ഇരിക്കുന്നവരെ ആമേൻ കുതിരപ്പുറത്ത് യാത്ര ചെയ്യുന്നവരെ ആമേൻ ആഡംബരത്തിൽ ജീവിക്കുന്നവരെ ആമേൻ ഹല്ലേലൂയ കൊട്ടാരത്തിനകത്താണ് ജീവിക്കുന്നവരെ തമ്പുരാൻ പറയുന്നു അവരെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ അവൻ അവരെ നിന്റെ കരങ്ങളിലേക്ക് Jesus, hallelujah. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ, എന്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചുകൊണ്ട് നിന്നെ അടിക്കൊള്ളുകൊണ്ട് നിന്നെ അനടക്കുന്നതിന്റെ വാക്കുകളെ അവൻ ആകാംക്ഷയോടെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. Jesus, hallelujah. Hallelujah. ആമേൻ ചിലതിനെ സ്വർഗ്ഗം നിന്റെ കരങ്ങളിൽ തരുമെന്ന് ആമേൻ ഹല്ലേലൂയ. ഇവിടെ ആമേൻ ഹല്ലേലൂയ ആമേൻ തന്റെ ഭക്തരോട് പറയുകയാണ് ആമേൻ യെരിഹോവിനെ അടക്കി വാഴുന്ന രാജാവിനെ ഞാൻ നിന്റെ കരങ്ങളിൽ തരും. അടുത്തത് യുദ്ധവീരന്മാരെ യോദ്ധാക്കളായ എല്ലാവരും ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. അതിന്റെ നമ്മൾ വായിച്ച നിർത്തിയ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ ഹല്ലേലൂയ. രാജാവിനെ മാത്രമല്ല അവൻ കൂടെ നിൽക്കുന്ന പ്രജയെയും കൂടെ ആമേൻ രാജാവിന് സംരക്ഷണമായി നിൽക്കുന്ന പ്രജകളെയും കൂടെ തമ്പുരാൻ പറയുന്നു നിന്റെ കരങ്ങളിൽ തരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ആമേൻ നീ പറയുന്നത് പോലെ ആമേൻ ചലിക്കത്തക്കവണ്ണം, നീ പറയുന്നത് പോലെ പ്രവർത്തിക്കത്തക്കവണ്ണം ആമേൻ ഹല്ലേലൂയ. ആമേൻ നിന്റെ വാക്ക് കേട്ട് ആമേൻ ഹല്ലേലൂയ ആമേൻ മറുപടി കിട്ടുന്നവരെ മിണ്ടാതിരിക്കത്തക്കവണ്ണം ആമേൻ നിന്റെ കരങ്ങളിലേക്ക് ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ അതിന്റെ ആമേൻ യുദ്ധവീരന്മാരെ ആമേൻ നിന്റെ കരങ്ങളിലേക്ക് ആമേൻ ഹല്ലേലൂയ തരുമെന്ന് നീ ഭയപ്പെടേണ്ടതിന്റെ രാജാവിനെ മാത്രമല്ല ആമേൻ ഹല്ലേലൂയ അവന്റെ കൂടെ നിൽക്കുന്ന ഒരു സൈന്യത്തെ കൂടെ നിന്റെ കരങ്ങളിലേക്ക് നമ്മൾ നൽകുമെന്ന്. അടുത്തത് ഒരു വട്ടം പട്ടണത്തെ ചുറ്റി നടക്കണം. ആമേൻ ഹല്ലേലൂയ. അവിടെ ആമേൻ ഹല്ലേലൂയ യോശുവ ആമേൻ ഹല്ലേലൂയ തന്റെ ജനത്തോട് പറയുകയാണ് ആമേൻ ഹല്ലേലൂയ ഈ ആത്മാവിന്റെ ശബ്ദം, ഈ സ്വർഗീയ ദൈവ ശബ്ദം ആമേൻ ഹല്ലേലൂയ യോശുവ കേട്ടിട്ട് ആമേൻ വിശ്വാസത്തിൽ ഉറപ്പും ധൈര്യമുള്ളവനായി നിന്നുകൊണ്ട് തന്റെ പിന്നാലെ വരുന്ന ആമേൻ ഹല്ലേലൂയ ഒരു കൂട്ടം ജനത്തോട് ആമേൻ ഹല്ലേലൂയ പറയുന്ന വാക്കാണ് നിങ്ങളിൽ ആമേൻ നിങ്ങളിൽ യോദ്ധാക്കളായവർ ആമേൻ നിങ്ങളിൽ കഴിവുള്ളവർ ആമേൻ നിങ്ങളിൽ കൃപ പ്രാപിച്ചവർ ആമേൻ നിങ്ങളിൽ അഭിഷേകമുള്ളവർ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങളിൽ ദൈവിക നിയോഗമുള്ളവർ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. ഈ ശത്രുവിനോട് പടവെട്ടുവാൻ, ഈ ശത്രുവിനെ
പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള ആമേൻ ഹല്ലേലൂയ. അവിടെ പറയുന്നു ആമേൻ ഹല്ലേലൂയ, യുദ്ധത്തിന് ആമേൻ ഹല്ലേലൂയ കഴിവുള്ളവരായിരിക്കുന്ന യോദ്ധാക്കളല്ല ആമേൻ ഒരുമിച്ച് ചേർന്ന് നിന്നിട്ട് പുരോഹിതന്മാർ എന്താണ് പറയുന്നത്, പുരോഹിതന്മാരുടെ നിർദ്ദേശങ്ങൾ എന്താണ്, ആ നിർദ്ദേശമനുസരിച്ച് നിങ്ങൾ മുൻപോട്ട് യാത്ര ചെയ്യണം. ഇങ്ങനെ 6 ദിവസം ചെയ്യണം. ആമേൻ. അവിടെ പറയുന്നു ആമേൻ ഹല്ലേലൂയ, ഇത് പ്രാർത്ഥനയുടെ ഒരു യുദ്ധമാണ്. ആമേൻ ഹല്ലേലൂയ. ഇവിടെ വാളും പരിചയവുമല്ല. ആമേൻ ഹല്ലേലൂയ. ഇവിടെ കുതിരയും പടയുമല്ല. ഇവിടെ ജയിക്കുന്നതിന് വേണ്ടി, ഒരു ജയത്തിന് വേണ്ടി ഇവിടെ പ്രാർത്ഥനയുടെ ഒരു ആമേൻ ഹല്ലേലൂയ ആമേൻ യുദ്ധമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ഈ ഹല്ലേലൂയ യെരിഹോ പട്ടണത്തിന്റെ അന്ധകാര ശക്തിയെ തകർത്ത് കളയണമെങ്കിൽ, ഈ ഹല്ലേലൂയ യെരിഹോവിനെ അടക്കി വാഴുന്ന ഈ രാജാവിനെ നിന്റെ വശത്താക്കണമെങ്കിൽ, ഈ പടജനത്തെ നിന്റെ കരത്തിൽ വഴി ഹല്ലേലൂയ ആക്കണമെങ്കിൽ, ഇതൊരു സാധാരണ യുദ്ധമല്ല, ഇതൊരു പ്രാർത്ഥനയുടെ യുദ്ധമാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഇതൊരു കൊണ്ടുനടത്തുന്ന, ഇതൊരു നിലവിളിയുടെ, ഒരു പ്രാർത്ഥനയുടെ ഒരു പോരാട്ടമാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ശാരാമന ശംഭന രഗതക വൈഡ രഗതന യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. അപ്പോൾ ഹല്ലേലൂയ യേശു പറയുകയാണ് ആമേൻ ഹല്ലേലൂയ, ഇതൊരു പ്രാർത്ഥനയുടെ പോരാട്ടമാണ്, ഇതൊരു പ്രാർത്ഥനയുടെ യുദ്ധമാണ്. ആമേൻ ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ എല്ലാം മടച്ച് ആമേൻ ഹല്ലേലൂയ ഭദ്രമാക്കി യെരിഹോ ആമേൻ ഹല്ലേലൂയ അധികാരികൾ ആമേൻ സുരക്ഷിതമാക്കി വെച്ചിരിക്കുന്ന ഈ മേഖലയെ തകർക്കണമെങ്കിൽ ആമേൻ ഹല്ലേലൂയ ഇത് സാധാരണ ഒരു ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ യുദ്ധം കൊണ്ട് തീരത്തില്ല. ഇത് ആമേൻ നിങ്ങളെ കൊണ്ട് ഹല്ലേലൂയ നിങ്ങളുടെ ശക്തി കൊണ്ട് കഴിയത്തില്ല, നിങ്ങളുടെ കരത്തിന്റെ ബലം കൊണ്ട് കഴിയത്തില്ല, നിങ്ങളുടെ ആയുധത്തിന്റെ ബലം കൊണ്ട് കഴിയത്തില്ല. ഇതിനെ തകർക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണോ, ആരും പ്രാവശ്യോ അവൻ ഇതിനെ ചുറ്റുവാൻ തുടങ്ങണം. ആമേൻ. അതിന്റെ 10 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള അതിന്റെ 10 പിടിച്ചുകൊണ്ട് പെട്ടകത്തിന്റെ മുൻപിൽ നടക്കണം. അതിന്റെ 10 വാക്യം വായിച്ചു, പെട്ടെന്ന് വായിച്ചു വായിക്കണം. യോശുവ ജനത്തോട് ആർപ്പിടുവിനെന്ന് ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്ന നാൾ വരെ നിങ്ങൾ ആർപ്പിടരുത്. അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. ആമേൻ. കേട്ടോ, അവിടെ നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ യോശുവ പറയുകയാണ് അവൻ ഈ പട്ടണമതിൽ അവൻ നിങ്ങൾ ചുറ്റുമ്പോൾ 6 പ്രാവശ്യം നിങ്ങൾ പുരോഹിതന്മാരുടെ കൂടെ അവൻ നിങ്ങൾ ചുറ്റണം. പക്ഷേ അവൻ ഒരു ശബ്ദം പോലും, ഒരു കാവലത്തിന് ധ്വനി പോലും, അവൻ ഒരു ആർപ്പിന്റെ വിളി പോലും അവൻ ഉയരാൻ പാടില്ല. നിങ്ങൾ മൗനമായി, അവൻ നിങ്ങൾ മൗനമായി, അവൻ നിങ്ങൾ ചുറ്റണം. യേശുവിന്റെ നാമത്തിൽ അവൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ നിയോഗമില്ലാതെ, അവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാതെ, ദൈവത്തിന്റെ അരുളപ്പാടില്ലാതെ അവൻ നിങ്ങൾ ഒന്നും ചെയ്യരുതെന്ന് ദൈവം യേശുവിനെ കൂടെ നിർദ്ദേശം കൊടുക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതൊരു നന്മയിലേക്ക് കടന്നു പോകുന്ന വഴിയാണ്, ഇതൊരു അനുഗ്രഹത്തെ പിടിച്ചു വാങ്ങുന്ന വഴിയാണ്. യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ. ഇത് സ്ഥിരമായി നീ ആമേൻ അടിസ്ഥാനം ഉറപ്പിക്കാൻ പോകുന്ന വഴിയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഈ മതിൽ തകർന്നില്ല എങ്കിൽ അവൻ നിനക്കൊരു അടിസ്ഥാനമില്ല. ഈ മതിൽ തകർന്നില്ലെങ്കിൽ നിനക്കൊരു സ്ഥിരതയില്ല. ഈ മതിൽ തകർന്നില്ല എങ്കിൽ ആമേൻ നിന്റെ ജീവിത അവസാനം വരെ നിനക്ക് ആമേൻ കണ്ടുകാണിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് തമ്പുരാൻ പറയുകയാണ് ആമേൻ നിങ്ങളുടെ വായിൽ നിന്ന് ആമേൻ ശബ്ദം പുറപ്പെടരുത്.
നിർദ്ദേശം കൊടുക്കുകയാണ്. ഒച്ച കേൾപ്പിക്കരുത്. ഒച്ച നിങ്ങൾ എന്ത് ചെയ്യരുത്? കേൾപ്പിക്കരുത്. ഒച്ച കേൾപ്പിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഒരിക്കൽ ആമേൻ ഹല്ലേലൂയ ഒരു സ്ത്രീ, ആമേൻ ഹന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ, ആമേൻ തന്റെ ജീവിതത്തിലെ നിന്ദയും പരിഹാസവും വേദനയും ആമേൻ ഹല്ലേലൂയ ഭാരവുമായി താൻ ഹല്ലേലൂയ ആലയത്തിലേക്ക് പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആമേൻ ആലയത്തിൽ അകത്തളങ്ങളിൽ കയറി ആമേൻ ഹല്ലേലൂയ താൻ ആമേൻ ഹൃദയം പൊട്ടി ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ആമേൻ ശബ്ദം ഒന്നും പുറത്തു വരുന്നില്ല, ഒരു ശബ്ദവും കേൾക്കാനില്ല. അവളുടെ ചുണ്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ. ഹല്ലേലൂയ. കണ്ണുകൾ നിറയുന്നുണ്ട്. യേശുവിന്റെ നാമത്തിൽ കണ്ണുനീര് അവൾ ഇരിക്കുന്ന പായ്ക്കകത്ത് വീഴുന്നുണ്ട്. ആമേൻ ഹല്ലേലൂയ. കൂടെ അവൾ ആത്മാവിൽ നിറയുന്നുണ്ട്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. അകത്തളങ്ങളിൽ നിന്ന് പുരോഹിതൻ ഇറങ്ങി വന്ന് ആമേൻ ഹല്ലേലൂയ എവിടെ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഇവളുടെ ചുണ്ട് മാത്രമേ അനങ്ങുന്നുള്ളൂ, ഒരു ശബ്ദവും പുറത്തു വരുന്നില്ല. അവൻ മുഖത്തൊക്കെ സൂക്ഷിച്ചു നോക്കുമ്പോൾ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീര് ഹല്ലേലൂയ നിലത്ത് വീഴുന്നുണ്ട്. ഒരു ശബ്ദവും കേൾക്കാനില്ല. അവൻ പുരോഹിതൻ ദൂരെ നിന്നുകൊണ്ട് പറയുകയാണ്, ഏ സ്ത്രീയെ, അവൻ നീ മദ്യപിച്ചിട്ടുണ്ടോ? അവൻ എന്താണ് നീ അവൻ ഇങ്ങനെ അവൻ ഹല്ലേലൂയ മദ്യപിച്ച് നിൽക്കുകെട്ടവനെ പോലെ അവൻ നിന്റെ അകരം ഹല്ലേലൂയ അവൻ ശബ്ദം വരുന്നില്ലെന്ന്, നിന്റെ ചുണ്ട് മാത്രമേ അടങ്ങുന്നുള്ളൂ എന്ന് പറഞ്ഞ അവൻ ഹല്ലേലൂയ അവളെ ഹല്ലേലൂയ അവൻ നിരാശപ്പെടുത്തുമ്പോൾ യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. അവൾ പറയുന്ന ഒരു വാചകമുണ്ട്, എന്റെ ജീവിതത്തിലെ നിന്നയെ, എന്റെ ജീവിതത്തിലെ വേദനയെ അവൻ ഹല്ലേലൂയ എന്റെ ഹൃദയം നൊന്നുകൊണ്ട്, എന്റെ ഹൃദയം നീറിക്കൊണ്ട് ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. അവൻ ഞാൻ ദൈവമായി ഇടപെടുകയാണ്. ഞാൻ ദൈവത്തോട് ഇടപെട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുകയാണ്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ ദൈവം അവർക്ക് വേണ്ടി ആമേൻ ഒരു വൻ കാര്യത്തെ ആമേൻ തമ്പുരാൻ അവർക്ക് വേണ്ടി അന്ന് വരെ നിന്ദിച്ച മേഖലയെ ആമേൻ സ്വർഗ്ഗം തകർത്തു മാറ്റിയെങ്കിൽ ഇന്ന് രാത്രികാലം അതേ ഹല്ലേലൂയ യോശുവയോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാ, നീ ജനത്തോട് പറ, ഒരു സൗണ്ടും അവരുടെ അധരങ്ങളിൽ നിന്ന് പുറത്തു വരരുത്. അവൻ മൗനമായി അവൻ ഹല്ലേലൂയ നീ ചുറ്റ് അവൻ യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. ഒരിക്കൽ ഹല്ലേലൂയ യെഹൂദനെ വിളിച്ചുകൊണ്ട് തമ്പുരാൻ പറയുകയാണ്, അവൻ ഹല്ലേലൂയ യേശുവേ നീ അസ്ഥികൂമ്പാരത്തിന് താഴ്വരയിലേക്ക് എറിയുന്നു വാ. ഹല്ലേലൂയ ചിതറിക്കിടക്കുന്ന ജീവനില്ലാതെ കിടക്കുന്ന ഉണങ്ങി കിടക്കുന്ന അവൻ ഹല്ലേലൂയ ഏവന് തിരിച്ചറിയുവാൻ കഴിയാത്ത ഈ അസ്ഥികൂമ്പാരത്തിനിടയിലേക്ക് നീ ഇറങ്ങി വന്നിട്ട് അവൻ ഹല്ലേലൂയ നീ ഹല്ലേലൂയ ഇതിന്റെ നടുവിൽ കൂടെ ചുറ്റി അവൻ നീ ഒന്ന് പ്രാർത്ഥിക്കുക. ഇതിന്റെ നടുവിൽ കൂടെ നീ ഒന്ന് ചുറ്റി പ്രാർത്ഥിക്കുക. അവൻ നീ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുന്നത് വെളിപ്പെടാൻ ഇടയായി തീരുമെന്ന് തമ്പുരാൻ അവനോട് ദൂത് പറഞ്ഞതുപോലെ യോശുവയുടെ നിർദ്ദേശം കൊടുക്കുകയാണ്, ജനത്തോട് പറയണം, അവൻ അധരങ്ങളിൽ നിന്ന് ശബ്ദം പുറത്തു വരരുത്. ശബ്ദം പുറത്തു വന്നാൽ അവൻ നിനക്ക് പ്രതികൂലമായി ശത്രു എഴുന്നേൽക്കാനിടയായി തീരും. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. തമ്പുരാൻ പറയുന്നത് പോലെ നമ്മൾ അങ്ങോട്ട് ചെയ്താൽ അവൻ ഹല്ലേലൂയ അവന്റെ നിർദ്ദേശം അനുസരിച്ച് നമ്മളെ കൊണ്ട് നീങ്ങാമെങ്കിൽ ഹല്ലേലൂയ അവൻ പറയുന്നത് പോലെ നീ കൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ യേശുവിന്റെ നാമത്തിൽ അവൻ വീഴാത്ത മതിൽ വീഴും. അവൻ ഹല്ലേലൂയ അവൻ നിന്റെ കയ്യിൽ പിടിപ്പെടാത്ത രാജാവ് നിന്റെ കയ്യിൽ പിടി ഒതുങ്ങുമെന്ന് ഇന്ന് രാത്രിക്കാൽ ആത്മാവ് വിളിച്ചു പറയുകയാണ്. പിന്നെ പറയുന്നു, ഞാൻ നിർദ്ദേശം തരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആർപ്പണം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാണ്. അതിന് 20 ആമേൻ. അല്ലെങ്കിൽ അതിന്റെ 15 15 ഏഴാം ദിവസമോ അവർ അധികാലത്ത് അരുണോദയത്തിങ്കൽ എഴുന്നേറ്റ് പട്ടണത്തെ ആ വിധത്തിൽ തന്നെ 7 പ്രാവശ്യം ചുറ്റി. അന്ന് മാത്രം അവർ പട്ടണത്തെ 7 പ്രാവശ്യം ചുറ്റി. അവിടെ പറയുകയാണ്, അല്ലെങ്കിൽ 6 പ്രാവശ്യം അവർ അല്ലെങ്കിൽ മൗനമായി ചുറ്റുകയാണ്. 7-ാം ദിവസം അവരോട് പറയുന്ന കൽപ്പന, നിങ്ങൾ 7-ാം ദിവസം അതികാലത്ത് എഴുന്നേൽക്കണം.
ആമേൻ. ഹല്ലേലൂയ. സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് നിങ്ങൾ എഴുന്നേൽക്കണം. നിങ്ങൾ എഴുന്നേറ്റ് ആമേൻ 7 പ്രാവശ്യം എന്ത് ചെയ്യണം? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ മതിലിന് ചുറ്റും നിങ്ങൾ എന്ത് ചെയ്യണം? ആമേൻ, ചുറ്റണം. ഹല്ലേലൂയ. 7 പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അതൊരു അസാധാരണമായ കാര്യമാണ്. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. എല്ലാ ദിവസവും കഴിഞ്ഞ 6 ദിവസവും ഒരു ദിവസം മാത്രമേ, ഒരു പ്രാവശ്യം മാത്രമേ ചുറ്റിയുള്ളൂ. പക്ഷേ 7ാമത്തെ ദിവസം തമ്പുരാൻ പറയുകയാണ് ആമേൻ, ഹല്ലേലൂയ, 7 പ്രാവശ്യം ആമേൻ ഈ മതിലിന് ചുറ്റും നിങ്ങൾ ആമേൻ വലയം വെക്കണം, വലയം വെക്കണം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പറയട്ടെ, ആമേൻ, വിടുതലിന്റെ ദിനം, ആമേൻ, ആമേൻ, അത്ഭുതം നടക്കുന്ന ദിനം, ആമേൻ, ഹല്ലേലൂയ, ദൈവപ്രവൃത്തി നടക്കുന്ന ദിനം, ആമേൻ. അത് നിന്റെ കാല ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, ആമേൻ. അത് നിന്റെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളെ കൊണ്ടുവരും, ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ പ്രാർത്ഥനയെ മടുപ്പിക്കും. ഇന്ന് രാത്രികാലം ആമേൻ മറന്നു പോകരുത്. തമ്പുരാൻ പറയുകയാണ് 7ാം ദിവസത്തിൽ 7 പ്രാവശ്യം, ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഓരോ പ്രാവശ്യം ചുറ്റിയ ജനത്തിന്റെ ഹൃദയത്തെ മടിപ്പിക്കത്തക്കവണ്ണം, ആമേൻ, നിരാശപ്പെടുത്തത്തക്കവണ്ണം, ആമേൻ. ഹല്ലേലൂയ. അവിടെ പറയുകയാണ് 7 പ്രാവശ്യം ചുറ്റണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്തത് വായിച്ചു. 7ാം പ്രാവശ്യം പുരോഹിതന്മാർക്ക് 7ാം പ്രാവശ്യം പുരോഹിതന്മാർക്കാകണം ഓതി. യോശുവ ജനത്തോട് പറഞ്ഞത് യോശുവ ജനത്തോട് പറഞ്ഞത് Praise the Lord. ഹല്ലേലൂയ. 7ാം ദിവസം 7ാമത്തെ പ്രാവശ്യം ചുറ്റുകയാണ്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയെ മടുപ്പിക്കുന്ന, ആമേൻ, നിന്റെ പ്രാർത്ഥനയെ തളർത്തിക്കളയുന്ന, ആമേൻ, നിന്റെ പ്രാർത്ഥനയെ ക്ഷീണം വരുത്തുന്ന യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുക. ചില ദുഷ്ടന്റെ ആധിപത്യങ്ങൾ രാത്രിക്കാൽ തകരട്ടെ. അവൻ എഴുന്നേറ്റ് രാത്രി പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആമേൻ, പുലർച്ചയിൽ പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഉച്ചയ്ക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആമേൻ, സന്ധ്യാസമയം പ്രാർത്ഥിക്കാൻ കഴിയാതെ, ആമേൻ, നിന്റെ പ്രാർത്ഥനയെ മുടക്കുന്ന ചില ദുഷ്ടന്റെ ആധിപത്യങ്ങൾ ഇന്ന് രാത്രിക്കാൽ യേശുവിന്റെ നാമത്തിൽ തകർമാറട്ടെ. എന്തെന്നാൽ ദൈവമെടുക്കുകയാണ്. ചില ദൈവപ്രവൃത്തിക്കെതിരായി, ചില ദൈവിക വിടുതലിനെതിരായി കുടുംബത്തിനകത്താതെ തലമുറകത്തിന്റെ ഹല്ലേലൂയ ജീവിതത്തിൽ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നന്മയ്ക്കെതിരായി നിൽക്കുന്ന, ആമേൻ, പ്രാർത്ഥനയെ മുടക്കുന്ന ചില വ്യാപാര ശക്തികൾ യേശുവിന്റെ നാമത്തിൽ അഴിച്ചുമാറട്ടെ. Glory to God. Hallelujah. വായിക്കുകയാണ് 7ാമത്തെ ദിവസം 7ാമത്തെ പ്രാവശ്യം അവരെ ചുറ്റുമ്പോൾ, ആമേൻ, ഹല്ലേലൂയ, യേശു പറയുകയാണ്, നിങ്ങളുടെ അതരങ്ങളെ തുറക്കുക, നിങ്ങളുടെ അതരങ്ങളെ തുറക്കുക, യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ അതരങ്ങളെ തുറക്കുക. ജീസസ്, ഹല്ലേലൂയ. നിങ്ങൾ ദൈവപ്രവൃത്തി കാണാൻ പോകുകയാ, നിങ്ങൾ ദൈവിക വിടുതൽ കാണാൻ പോകുകയാ. ജീസസ്, ജീസസ്, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. എലീശ പ്രവാചകന്റെ അടുക്കൽ ഒരു മനുഷ്യൻ, അവൻ, ഹല്ലേലൂയ, കുഷ്ഠരോഗിയായിരിക്കുന്ന ഒരു മനുഷ്യൻ, അവൻ രാജാവിന്റെ, അവൻ, ഹല്ലേലൂയ, സിംഹാസനത്തിൽ അധികാരത്തിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, എലീശ, ഹല്ലേലൂയ, അവൻ പുരോഹിതന്റെ അടുക്കൽ വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കുഷ്ഠത്തെ മാറ്റുക, അവൻ, ഹല്ലേലൂയ. ഈ ഇസ്രായേൽ നിന്ന ഒരു കൊച്ച, ഒരു പെൺപൈതൽ, അവൻ എന്റെ കുടുംബത്തോട് അവൻ ദൂത് വിളിച്ചു പറഞ്ഞു. ആ ദൂത് കേട്ടുകൊണ്ടാണ് ഞാൻ വരുന്നത്. അവൻ ഇങ്ങനെ ഒരു ദൈവത്തിന്റെ പുരുഷനുണ്ടെന്ന്, ഇങ്ങനെ ഒരു അത്ഭുതം നടക്കുമെന്ന് അവൻ ഞാൻ അറിഞ്ഞുകൊണ്ടാണ് വരുന്നത്. അവൻ, ഹല്ലേലൂയ. എലീശ പറയുന്ന ഒരു വാക്കുണ്ട്, അവൻ, നീ പോ, ആ യോർദാനിലേക്ക് ചെല്ല്, യേശുവിന്റെ നാമത്തിൽ, ഹല്ലേലൂയ. അവനെ ചെല്ലുമ്പോ നീ 7 പ്രാവശ്യം അവൻ ആ യോർദാനിൽ ഇറങ്ങി നീ മുങ്ങി കയറുമ്പോ ദൈവത്തിന്റെ പ്രവൃത്തി കാണും. ആ മനുഷ്യൻ, ആമേൻ, ഹല്ലേലൂയ, എലീശ എന്തെല്ലാം പറഞ്ഞു കാണും. കലങ്ങി മറിഞ്ഞു വരുന്ന യോർദാനിൽ അവൻ ഇറങ്ങി 7
പ്രാവശ്യം മുങ്ങണമെന്ന് പറഞ്ഞപ്പോൾ ആമേൻ ഒരു രാജാവിന്റെ അധികാരത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ രാജകൊട്ടാരത്തിൽ വാഴുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ആമേൻ ഹല്ലേലൂയ മുങ്ങാൻ അവൻ മനസ്സ് അനുവദിക്കുമോ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ അവൻ പറയുന്ന ഒരു വാക്കുണ്ട്, എന്റെ പട്ടണത്തിൽ എന്റെ രാജ്യത്തിൽ നദികൾ ഇല്ലാന്നിട്ടാണോ ഞാൻ വന്ന് ഈ കലക്ക വെള്ളത്തിൽ മുങ്ങുന്നത്? ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയിൽ നീ ക്ഷമയോടിരി, ആമേൻ പ്രാർത്ഥനയിൽ നീ ക്ഷമയോടിരി. നിന്റെ തലമുറയ്ക്ക് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? നീ ക്ഷമയോടെ പ്രാർത്ഥിക്കുക. നിന്റെ പ്രാർത്ഥന ജീവിതത്തിന്റെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത്? നീ ക്ഷമയോടെ പ്രാർത്ഥിക്കുക. ആമേൻ നിന്റെ ഹല്ലേലൂയ പ്രിയപ്പെട്ടവരെ ഓർക്കുവാനാണോ നീ പ്രാർത്ഥിക്കുന്നത്? നീ ക്ഷമയോടെ പ്രാർത്ഥിക്കുക ഒരു ദൈവജനത്തിന് വേണ്ടി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആ മനുഷ്യന്റെ കൂടെ വന്ന വൃദ്ധന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, 6 പ്രാവശ്യം ആ മനുഷ്യൻ മുങ്ങി ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. കൂടെ വന്ന വൃദ്ധന്മാർ പറയുന്ന ഒരു വാക്കുണ്ട്, ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. യജമാനനെ ഒരു പ്രാവശ്യം കൂടെ അല്ലയോ ആമേൻ മുങ്ങുവാനുള്ളൂ, 7 പ്രാവശ്യം മുങ്ങുവാനല്ലയോ ആ ദൈവത്തിന്റെ ദാസൻ പറഞ്ഞത്? നീ 6 പ്രാവശ്യം മുങ്ങിയില്ലേ, ഒരു പ്രാവശ്യം നീ മുങ്ങുക. ജീസസ് ഹല്ലേലൂയ. നിന്റെ പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ആമേൻ നിന്റെ രഹസ്യ ഉപവാസത്തെ ആമേൻ ഹല്ലേലൂയ തകർത്ത് കളയാൻ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഹല്ലേലൂയ ആമേൻ നിന്റെ രഹസ്യ ഉപവാസത്തെ തകർത്ത് കളയാൻ യേശുവിന്റെ രക്തത്താൽ ഹല്ലേലൂയ ദൂത് വിളിച്ചു പറയാൻ പറയുക. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ആമേൻ നിന്റെ നന്മയുടെ വാദത്തിന് വേണ്ടി നീ രഹസ്യമായി ഉപവസിക്കുന്ന ഉപവാസത്തെ ആമേൻ തകർത്ത് കളയാൻ ദുഷ്ടൻ അകത്തളങ്ങളിൽ കാലം വന്നിരിക്കുന്ന ആമേൻ ചില പരാജയത്തിന്റെ വാക്കുകളെ ഇന്ന് രാത്രികാൽ യേശുവിന്റെ നാമത്തെ താഴേക്ക് ഒരുമിച്ച് കാട്ടുകൊണ്ടിയ ജീസസ് ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ. ഒരു ദൈവവിരോധി ഞങ്ങൾ കാണും. ആമേൻ 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 ഹല്ലേലൂയ. ആ മനുഷ്യൻ ഹല്ലേലൂയ വൃദ്ധന്മാരുടെ വാക്ക് കേട്ടിട്ട് ഒരു പ്രാവശ്യം കൂടെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ യോർദാനിൽ മുങ്ങി കയറിയപ്പോൾ ജീസസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഒരു കുഞ്ഞിന്റെ ശരീരത്തിന്റെ ചർമ്മം പോലെ അവന്റെ ശരീരത്തെ മാറ്റിയെടുക്കാൻ കഴിവുള്ള എന്റെ തമ്പുരാനികത്തുണ്ട്. അവൻ മൗനമായിരുന്നു പ്രാർത്ഥിക്കാൻ കഴിയുമോ? അവൻ ഹല്ലേലൂയ നിന്റെ കൂടാരത്തിനകത്തുള്ളവൻ അവൻ ഹല്ലേലൂയ ആലയിൽ നടന്ന അവൻ ഹല്ലേലൂയ ഈ ദൈവമായിട്ട് അവൻ മൗനമായി നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? രഹസ്യമായി നിനക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? നിന്റെ ജീവിതത്തിന് അകത്തുള്ളവൻ എന്റെ തമ്പുരാൻ മാറ്റുമല്ലോ. അതിന്റെ 20-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. അനന്തരം ജനം ആർപ്പിടുകയും പുരോഹിതന്മാർ കാഹളം ഊതുകയും ചെയ്തു. ജനം കാഹളനാദം കേട്ട് അത്യുച്ചത്തിൽ ആർപ്പിട്ടപ്പോൾ മതിൽ വീണു. ഈ വേദപുസ്തകം ആമേൻ ഹല്ലേലൂയ അതിൻ്റെതായ നിബന്ധന അനുസരിച്ച്, അതിൻ്റെതായ ആമേൻ ഹല്ലേലൂയ നിലവാരം അനുസരിച്ച്, ആമേൻ ഇതിന്റെ അടിസ്ഥാനം അനുസരിച്ച് അവൻ നാം ജീവിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവത്തിന്റെ വിടുതൽ നമ്മൾ കാണും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മൾ കാണും നിശ്ചയമാണ്. അവൻ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നന്മകൾ പ്രാപിക്കുവാൻ കഴിയാതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഉയർച്ച ഹല്ലേലൂയ പ്രാപിക്കുവാൻ കഴിയാതെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ സംഭവിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ അടിസ്ഥാനത്തെ അവൻ ഹല്ലേലൂയ വിട്ടുകളഞ്ഞിട്ട് അവൻ ഹല്ലേലൂയ നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നു. അവൻ ദൈവം അവൻ ഹല്ലേലൂയ അവന്റെ ദൃഷ്ടി നമ്മളിൽ നിന്ന് മാറ്റും. അവൻ ഹല്ലേലൂയ അവന്റെ കണ്ണ് നമ്മളിൽ നിന്ന് മാറ്റും. അവൻ ഹല്ലേലൂയ അവന്റെ ചെവി നമ്മളിൽ നിന്ന് മാറ്റും. അവൻ ഹല്ലേലൂയ ഇവിടെ പറയുന്നു അവൻ നിബന്ധനകൾ അനുസരിച്ച്, അടിസ്ഥാനങ്ങൾ അനുസരിച്ച് അവൻ ദൈവിക നിയോഗം
നന്മയ്ക്കെതിരായി നിന്ന യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹത്തിനെതിരായി നിന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ വാതിലുകളെ അടച്ചു നിന്ന ആമേൻ യെരിഹോ മതിൽ എന്ന് പറയുന്ന ആമേൻ ആ വൻ മതിലിനെ ആ വൻ പ്രതികൂല ശക്തിയെ ആ വൻ രാജാവിനെ യേശുവിന്റെ നാമത്തിൽ ആ പടവെടുത്ത് നിന്റെ കരങ്ങളിൽ നിന്ന് യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുക. നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിട്ട് നിന്നെ അനുഗ്രഹത്തിലേക്ക് നടത്തുന്ന, നിന്നെ സ്വസ്ഥതയിലേക്ക് നടത്തുന്ന, ആമേൻ ഹല്ലേലൂയ, നിന്നെ ആഘോഷത്തിലേക്ക് നടത്തുന്ന, ആമേൻ നിന്നെ ആർപ്പുവിളിയിലേക്ക് നടത്തുന്ന ഒരു ദൈവം ഇന്ന് രാത്രികാലം നടത്തുന്നുണ്ട്. ആമേൻ ഇന്ന് രാത്രികാലം അതെ ആ യേശുവിനോട് ചേർന്ന് നിൽക്കുക. ആമേൻ ഹല്ലേലൂയ, പുരോഹിതന്മാരോട് ചേർന്ന് ഹല്ലേലൂയ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അവരുടെ കാരണത്തോട് ചേർന്ന് ഇന്ന് രാത്രികാലം നിങ്ങൾക്ക് ഹല്ലേലൂയ ആത്മീയ കഴിയുമെങ്കിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുവാണ്. ഇന്ന് രാത്രികാലം ആമേൻ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ സമർപ്പിക്കണം. ഹല്ലേലൂയ. നന്മയ്ക്കെതിരായി നിന്ന് തടഞ്ഞ ആമേൻ ഹല്ലേലൂയ ഒരു ഹല്ലേലൂയ മരുഭൂമി മൊത്തവും ആമേൻ ഹല്ലേലൂയ രാവും പകലും നടന്ന് കഷ്ടതകളും ആമേൻ ഹല്ലേലൂയ സങ്കടങ്ങളും അനുഭവിച്ച് നന്മയുടെ വാതിലിലേക്ക് വന്നപ്പോൾ അടച്ച ശത്രുവിനെ തകർത്തുകൊണ്ട് ആമേൻ ഹല്ലേലൂയ പ്രാർത്ഥനയാൽ അടച്ച ശത്രുവിനെ തകർത്ത് നന്മയിലേക്ക് കടത്തിവിട്ട ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രികാലം ആ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. യേശുവിന്റെ നാമത്തിൽ എന്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഇന്ന് രാത്രികാലം ഈ വചനങ്ങളാൽ സ്വർഗ്ഗത്തിലെ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.